മാധ്യമപ്രവർത്തകൻ KM ബഷീർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ തിരൂരിൽ KM ബഷീർ ഓർമ്മ ദിനം സംഘടിപ്പിച്ചു. വാണിയന്നൂർ AMUP സ്കൂളിൽ വെച്ചായിരുന്നു അനുസ്മരണം. യുവ മാധ്യമപ്രവർത്തകനും സിറാജ് തിരുവനന്തപുരം ബ്യൂറോ ചീഫുമായിരുന്ന KM ബഷീറിന്റെ ഓർമ്മ ദിനം ആചരിച്ചു. തിരൂർ വാണിയന്നൂർ AMUP സ്കൂളിൽ വെച്ചായിരുന്നു അനുസ്മരണം. മുതിർന്ന പത്രപ്രവർത്തകനും ബഷീറിന്റെ സഹപ്രവർത്തകനുമായ KPO റഹ്മത്തുള്ള സംഗമം ഉദ്ഘാടനം ചെയ്തു. ഫൗണ്ടേഷൻ ചെയർമാൻ മുഹമ്മദ് ബുഖാരി അധ്യക്ഷനായി. പ്രദീപ് പയ്യോളി അനുസ്മരണ പ്രഭാഷണം നടത്തി. ബഷീറിന്റെ സഹോദരൻ അബ്ദുറഹ്മാൻ ഹാജി, ഫൗണ്ടേഷൻ കൺവീനർ ഡോക്ടർ മുഹമ്മദ് സലീം, സത്താർ, വാർഡ് മെമ്പർ മൻസൂർ, ഇബ്രാഹിം ഹാജി, നജിമുദ്ദീൻ, സുനീർ നടിയോടത്ത്, സുബൈർ, ഫളിൽ, ത്വാഹിർ മേടമൽ, ഹാരിസ്, റൌഫ്, സലാം എന്നിവർ സംസാരിച്ചു. കീം എൻട്രൻസ് എക്സാം റാങ്ക് ജേതാവ് മുഹമ്മദ് അർഷദ് 11 മണിക്കൂർ 45 മിനിറ്റ് തുടർച്ചയായി ഖുർആൻ മനപ്പാഠം പാരായണം ചെയ്ത് ഹിഫ്ള് പഠനം പൂർത്തിയാക്കിയ ഹാഫിള് മുഹമ്മദ് യാസീൻ, മുഹമ്മദ് റിഷാദ് എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. തിരൂർ ട്രിനിറ്റി കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ നേത്ര പരിശോധന, തിമിര നിർണയ ക്യാമ്പ്, ജനറൽ മെഡിസിൻ സൗജന്യ പരിശോധന, ഷുഗർ, പ്രഷർ ടെസ്റ്റ് എന്നിവയും നടന്നു. ബഷീറിന്റെ സുഹൃത്തുക്കളായ ഷമീർ, റഷീദ്, കരീം എന്നിവരും സംബന്ധിച്ചു. മദ്യലഹരിയിൽ IAS ഉദ്യോഗസ്ഥനായ ശ്രീരാം വെങ്കിട്ടരാമൻ ഓടിച്ച കാറിടിച്ചാണ് 2019 ഓഗസ്റ്റ് 3 രാത്രി ബഷീർ കൊല്ലപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, തിരൂർ. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.